എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ssLC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയവയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ssLC.Kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി, ആപ്ലിക്കേഷൻസ്, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്. അവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അടുത്ത പേജിൽ വരുന്ന ആ ഒരു താഴെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് IT പരീക്ഷയുടെ പേപ്പറിന് റീവാലുവേഷനോ ഫോട്ടോ കോപ്പിയോ സ്ക്രൂട്ടിനിയോ ഉണ്ടായിരിക്കില്ല. അതുപോലെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് കൂടി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ പേപ്പർ വീണ്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മ പരിശോധനയുടെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ഫീസ് 400 രൂപയും ഫോട്ടോ കോപ്പിയുടേത് 200ഉം സ്ക്രൂട്ടിനിയുടേത് 50 രൂപയുമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയ ശേഷം പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകേണ്ടതാണ്. അപേക്ഷയും അപേക്ഷാ ഫീസും സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അപേക്ഷ പ്രിൻ്റ് ഔട്ട് നൽകുകയും ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമേ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഈ ഒരു കൺസിഡർ ചെയ്യുള്ളൂ, അതായത് പരിഗണിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു അപേക്ഷ എങ്ങനെ നൽകാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, നെയിം, അതുപോലെ സെൻറ്റർ നെയിം, മീഡിയം എന്നിവ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതിനുശേഷം നിങ്ങൾ റീവാലുവേഷനാണോ ഫോട്ടോ കോപ്പിക്കാണോ സ്ക്രൂട്ടിനിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഈ ഒരു ബട്ടൺ റീവാലുവേഷൻ്റെയും, രണ്ടാമത്തേത് ഫോട്ടോ കോപ്പിയുടെയും, മൂന്നാമത്തേത് സ്ക്രൂട്ടിനിയുടേതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലുവേഷൻ നൽകേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു തവണ മാത്രമേ ഈ ഒരു അപേക്ഷയിൽ നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ ഏതൊക്കെ വേണം എന്നുള്ളത് അനുസരിച്ചുകൊണ്ട് അതൊക്കെ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഒരു തവണ മാത്രമേ അവസരം ഉണ്ടാവുള്ളൂ. ഫൈനൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവ റീവാലുവേഷനും, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ഫോട്ടോ കോപ്പിക്കും ഫിസിക്സിൻ്റെ ഫോട്ടോ കോപ്പിക്കും അതുപോലെ റീവാലുവേഷനും നൽകുന്നു എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ നൽകുന്ന സമയത്ത് എത്ര രൂപയാണ് എനിക്ക് ഫീസായിട്ട് വരിക എന്നുള്ളത് താഴെ ഇവിടെ ഇതുപോലെ കാണും. അപ്പോൾ ആ ഒരു ഫീസാണ് ഞാൻ അടയ്ക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇനി എനിക്ക് വേറൊരു സബ്ജക്റ്റ് കൂടി റീവാലുവേഷൻ നൽകണമെന്നുണ്ടെങ്കിൽ അതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ ഫോട്ടോ കോപ്പി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല. അപ്പോൾ സ്ക്രൂട്ടിനിക്ക് മാത്രമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ 3 വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേങ്കിൽ മാത്തമാറ്റിക്സ് റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് സ്ക്രൂട്ടിനിക്ക് കൊടുക്കേണ്ടതില്ല. ആദ്യത്തെ ഓപ്ഷൻ റീവാലുവേഷൻ, രണ്ടാമത്തെ ഫോട്ടോ കോപ്പി, മൂന്നാമത്തേതാണ് സ്ക്രൂട്ടിനിക്ക് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പേജിൻ്റെ പ്രിവ്യൂ പേജ് കാണിക്കും. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസും ഏതൊക്കെ സബ്ജക്റ്റാണോ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പിക്ക് എന്നിവയ്ക്ക് അപ്ലൈ ചെയ്തത്, അതുപോലെ ടോട്ടൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അടുത്ത പ്രിവ്യൂ പേജിൽ കാണിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത പേജിൽ നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാക്ക് ടു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വീണ്ടും വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വീണ്ടും റീവാലുവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും റീവാലുവേഷൻ കൊടുത്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനുശേഷം വീണ്ടും സബ്മിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പിന്നീട് യാതൊരുവിധ മാറ്റവും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫേം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ എത്ര രൂപയാണ് നിങ്ങൾ ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയിൽ അപേക്ഷിച്ച വകയിൽ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസും അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നാളെ, അതായത് മെയ് 15-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് തന്നെ നൽകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമാണ് അതിനുശേഷം 16-ാം തീയതിയോടെ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് റീവാലുവേഷനോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്കോ സ്ക്രൂട്ടിനിക്കോ ആയിട്ട് അപേക്ഷിക്കാനായിട്ട്, അതായത് ആ ഒരു അപേക്ഷയെ പരിഗണിച്ചുകൊണ്ട് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് സ്കൂൾ വഴിയാണ് ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് മാറുകയാണെങ്കിൽ, അതായത് കുറഞ്ഞ ഗ്രേഡിൽ നിന്നും കൂടിയ ഗ്രേഡാണ് ലഭിക്കുന്നതെങ്കിൽ, അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആദ്യം റീവാലുവേഷന് മുമ്പ് ലഭിച്ച ഗ്രേഡ് ഒരു B+ ആണെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം അത് A ഗ്രേഡോ അല്ലെങ്കിൽ A+ ഒക്കെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ C ആണെന്ന് കരുതുക, അപ്പോൾ അത് C+, അതായത് കുറഞ്ഞ ഗ്രേഡിൽ നിന്നും കൂടിയ ഗ്രേഡിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ ആ ഒരു 400 രൂപ തിരികെ സ്കൂളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് പ്രതീക്ഷയുണ്ട് റീവാലുവേഷന് കൊടുത്താൽ ഗ്രേഡ് ചേഞ്ച് ആകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലുവേഷന് കൊടുക്കാം. റീവാലുവേഷനിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ കൂടിയ മാർക്കായിരിക്കും നിങ്ങൾക്ക് പരിഗണിക്കുക. അതായത് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ഒരു A ഗ്രേഡാണ്, A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തു. റീവാലുവേഷൻ റിസൾട്ടിൽ നിങ്ങൾക്ക് അത് ഒരു B+ ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ആ ഒരു ഗ്രേഡ് നിങ്ങളുടെ A ഗ്രേഡായിട്ട്, അതായത് ഏറ്റവും മികച്ച ഗ്രേഡ് ഏതാണോ ആ ഒരു ഗ്രേഡാണ് പരിഗണിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.